ഹായ്. അപ്പം ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ നാച്ചുറലി നമുക്ക് എങ്ങനെ കൺസീവ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ഇതിപ്പോൾ പറയാൻ കാരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ 2 പ്രഗ്നൻസിയും ഞാൻ പ്രീ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. കാരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ ഹസ്ബൻഡ് ദുബായിലാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം സമയപരിധി വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ ഈ പ്രഗ്നൻസി എന്ന് പറയുന്നത് നാച്ചുറലി ആയി വരുന്ന ഒരു കാര്യമാണ്. പക്ഷേ നമ്മളുടെ ബോഡിയെ ഇന്ന് ഡോക്ടേഴ്സ് ആണെങ്കിലും എവിടെയാണെങ്കിലും പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്ത്രീ അവരുടെ ബോഡി ഭയങ്കര ഹെൽത്തി ആക്കി വെച്ചതിന് ശേഷം മാത്രമേ പ്രഗ്നൻ്റ് ആവാൻ വേണ്ടി തയ്യാറെടുക്കാൻ പാടുള്ളൂ. അതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം അത് കുഞ്ഞിൻ്റെ ഡെവലപ്മെൻറ്റിനും അമ്മയുടെ ബോഡി അതിനു വേണ്ടി താങ്ങാനുള്ള ഒരു പ്രാപ്തിക്കും വേണ്ടിയിട്ട് അമ്മ തീർച്ചയായിട്ടും പ്രഗ്നൻ്റ് ആവാൻ തയ്യാറെടുക്കാൻ ആഗ്രഹിക്കുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി മാരീഡ് കഴിഞ്ഞ് നമ്മളൊരു ചില ആൾക്കാർ ഒരു ടൈം പീരീഡ് വെച്ചിട്ടുണ്ടാകും. ചില ആൾക്കാർ ഓക്കെ എപ്പോഴാവുന്നുണ്ടെങ്കിൽ ആയിക്കോട്ടെ എന്ന് വിചാരിക്കുന്നുണ്ടാവും. എന്താണെങ്കിൽ പോലും നമ്മൾ അതിന് മുമ്പായിട്ട് നമ്മൾ എന്തായാലും പ്ലാൻഡ് ആയിരിക്കണം. നമ്മുടെ ഹെൽത്ത് അറ്റ്ലീസ്റ്റ് നമ്മുടെ ഹെൽത്ത് ഓക്കെ ആയിരിക്കണം. നമ്മുടെ ഹെൽത്ത് ഹെൽത്തി ആയിട്ടിരിക്കുകയാണെങ്കിലും നമ്മൾ പ്രിപ്പയർഡ് ആയിരിക്കണം എന്നുള്ളത് അത്യാവശ്യമാണ്. പക്ഷേ ഇന്ന് എല്ലാവരും ശ്രദ്ധിക്കുന്നത് വേഗം പെട്ടെന്ന് എങ്ങനെ കൺസീവ് ആവാം എന്നുള്ള കാര്യങ്ങൾ വളരെയധികം ആൾക്കാർ സെർച്ച് ചെയ്ത് വരുന്നുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് ഒരുപാട് പ്രോബ്ലംസ് കാരണം നമുക്ക് കൺസീവ് ചെയ്യാൻ പറ്റണില്ല. കാരണം ഒരുപാട് പ്രോബ്ലംസ് ഉള്ളത്. അപ്പോൾ നമ്മുടെ ബോഡിയെ നമ്മൾ ഏതൊക്കെ രീതിയിലാണ് ചേഞ്ച് ചെയ്യേണ്ടത്, അതുപോലെ നമ്മുടെ ലൈഫിൽ എന്തൊക്കെയാണ് ചേഞ്ച് ചെയ്യേണ്ടത്, അപ്പോൾ ഇതൊക്കെ നോക്കിക്കഴിഞ്ഞാൽ തന്നെ കൺസീവ് ആവാൻ വേണ്ടിയിട്ട് പറ്റും. പിന്നെ ദൈവത്തിൻ്റെ കയ്യിലാട്ടോ കൺസീവ്. നമ്മളൊരു കുഞ്ഞിൻ്റെ ജന്മം നൽകാൻ വേണ്ടി നമ്മളെ പ്രാപ്തിയാക്കുക എന്നുള്ളത് ദൈവത്തിൻ്റെ കയ്യിലാണെങ്കിൽ പോലും അതിന് മുന്നായിട്ട് ഇപ്പം നമുക്ക് നാച്ചുറലി സംഭവിക്കേണ്ട ഒരു കാര്യമാണ്. ഇറ്റ്സ് ഓക്കെ, നാച്ചുറലി ആവേണ്ടതാണ്. അങ്ങനെയാണെങ്കിൽ പോലും അല്ല, ഇത് കുട്ടികൾ ഒരുപാട് ട്രൈ ചെയ്തിട്ട് കിട്ടാതിരിക്കുന്ന ആൾക്കാരാണെങ്കിൽ പോലും നമ്മുടെ ബോഡിയെ നമ്മൾ ഈ ഒരു രീതിയിൽ ക്ലീൻ ചെയ്ത് അല്ലെങ്കിൽ ഈ ഒരു ലെവലിൽ കൊണ്ടുപോവുകയാണെങ്കിൽ നമുക്ക് കൺസീവ് ചെയ്യാൻ പെട്ടെന്ന് ചെയ്യാൻ പറ്റും. അപ്പം ഞാൻ ഫോളോ ചെയ്തിട്ടുണ്ടായിരുന്ന കുറച്ച് പോയിന്റ്സ് ആണ് ഇപ്പോൾ ഇവിടെ പറയാൻ പോകുന്നത്. കാരണം എൻ്റെ 2 പ്രഗ്നൻസി എനിക്ക് പ്ലാൻഡ് ആയിരുന്നു. ഞാൻ വിചാരിച്ച സമയത്ത് തന്നെ എനിക്ക് പ്രഗ്നൻ്റ് ആവാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് ഞാൻ ഫോളോ ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്, എൻ്റെ എക്സ്പീരിയൻസ് ആണ് ഇതിൽ ഷെയർ ചെയ്യുന്നത്. ഇതേപോലെ തന്നെ ചെയ്തെന്ന് വെച്ചാൽ എല്ലാവർക്കും അതുപോലെ ആവണം എന്നില്ല. ഓരോരുത്തരും ബോഡി ഡിഫറൻസ് ആണ്. ചില ആൾക്കാർക്ക് ചില രോഗങ്ങളും പ്രയാസങ്ങളൊക്കെ ഉണ്ടാവും. അപ്പം അതിൻ്റെതായ രീതിയിൽ ചേഞ്ച് ചെയ്യേണ്ടി വരും. എന്നാൽ ലൈഫിൽ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി നമുക്ക് നമ്മുടെ ബോഡി ഹെൽത്തി ആയിരിക്കും. അപ്പം നമുക്ക് എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പം ആദ്യം തന്നെ ഞാൻ പറയുന്ന പോയിന്റ് എന്ന് പറയുന്നത് നമ്മുടെ വെയിറ്റ് അത് പക്കയായിരിക്കണം. നമ്മൾ വെയിറ്റ് എപ്പോഴും നമ്മൾ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കാം. നമ്മൾ നോർമൽ വെയിറ്റിലായിരിക്കണം. നമ്മൾ ഒബീസിറ്റി നല്ല വെയിറ്റ് ഉള്ള ആളാവരുത്, അതേപോലെ തന്നെ അണ്ടർ വെയിറ്റിലും ആവരുത്. തീർച്ചയായിട്ടും ഒബീസിറ്റി വളരെയധികം ഇതിനെ എഫക്റ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. അത് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം എൻ്റെ ഫസ്റ്റ് പ്രഗ്നൻസിയിൽ എനിക്ക് എന്താ പറയണ്ടേ, വെയിറ്റ് ഞാൻ ഗെയിൻ ചെയ്തത് റെഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം 2 പ്രഗ്നൻസിയിലും പ്ലാൻ ചെയ്തതായതുകൊണ്ട് തന്നെ റെഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഫസ്റ്റ് പ്രഗ്നൻസിയിലേക്ക് ഒത്തിരി ഒന്നും റെഡ്യൂസ് ചെയ്യേണ്ടി വന്നിട്ടില്ല. പക്ഷേ സെക്കൻഡ് പ്രഗ്നൻസി ആയപ്പോഴേക്കും എനിക്ക് ഒത്തിരി റെഡ്യൂസ് ചെയ്യേണ്ടി വന്നു. കാരണം ഫസ്റ്റ് പ്രഗ്നൻസി കഴിഞ്ഞു, അതിൻ്റെതായ വെയിറ്റും പിന്നീട് നമ്മുടെ ഏജ് കൂടുന്നതിനനുസരിച്ചുള്ള വെയിറ്റും നമ്മുടെ ബോഡിയിൽ ഉണ്ടാവും. നമ്മൾ ആ ഒരു ടീനേജിലും ആ സമയത്ത് ഉണ്ടായിരുന്ന പോലത്തെ ഒരു വെയിറ്റ് ആയിരിക്കില്ലല്ലോ നമ്മുടെ ഓരോ ഏജ് പോകുന്ന സമയത്തും. അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ വെയിറ്റ് ഉണ്ടായിരുന്നു. അപ്പം ഞാൻ വെയിറ്റ് റെഗുലർ ആക്കി വെക്കുക അല്ലെങ്കിൽ നോർമൽ ആക്കി വെക്കുകയാണ് ഞാൻ ചെയ്തിട്ടുള്ള കാര്യം. സത്യം പറയാലോ, നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ വെയിറ്റ് നോർമലാക്കി വെച്ചിട്ടാണ് അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു നോർമൽ റേഞ്ചിൽ നിങ്ങൾ മറ്റേ നിങ്ങളുടെ BMI കറക്റ്റ് ആണെങ്കിൽ ആ ഒരു ലെവലിലാണെങ്കിൽ നിങ്ങളുടെ ഹൈറ്റിനും അനുസരിച്ചുള്ള ഒരു വെയിറ്റിൽ നിങ്ങളുടെ വെയിറ്റിനെ ചെക്ക് ചെയ്ത് കൊണ്ടുപോവാണെങ്കിൽ നമ്മൾ കൺസീവ് ചെയ്യുന്ന കാര്യത്തിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം കേട്ടോ. വെയിറ്റ് ഉള്ളതിൻ്റെ പേരിൽ കൺസീവ് ആയാൽ തന്നെ അബോർഷൻസ് ഒക്കെ സംഭവിക്കാൻ ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞേക്കുന്നത്. അതുകൊണ്ട് നമ്മൾ വെയിറ്റ് പ്രോപ്പറായിട്ട് നല്ല രീതിയിൽ കൊണ്ടുപോകുക എന്നുള്ളതാണ് ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത്. അത് നിങ്ങൾ മസ്റ്റായിട്ടും ചെയ്തിരിക്കണം. എന്താ പറയുന്നത് വെച്ചാൽ നമ്മുടെ ബോഡി ചെക്കപ്പ്, നമ്മൾ ബോഡി പെർഫെക്റ്റ് ആയിട്ട് ചെക്കപ്പ് ചെയ്തിരിക്കുക എന്നുള്ളത് മസ്റ്റ് ആയിട്ടുള്ള ഒരു കാര്യം കേട്ടോ. ഇന്നത്തെ കാലത്ത് നമ്മൾ കല്യാണം കഴിഞ്ഞ പാടെ അല്ലെങ്കിൽ കുട്ടികളാകുന്നില്ല എന്ന് വെച്ചിട്ട് ഡോക്ടർക്ക് പോവാന്ന് പറയുന്നത് വലിയൊരു പ്രോബ്ലം ആയിട്ടാണ് എല്ലാവരും കാണുന്നത്. രോഗമുള്ളവർ മാത്രമല്ല ഡോക്ടർക്ക് പോവാട്ടോ. നമ്മൾ ഇതൊന്ന് ചെക്ക് ചെയ്തിട്ട് എല്ലാ കാര്യങ്ങളും പെർഫെക്റ്റ് ആയിട്ട് ചെയ്യുന്നത് വളരെ നല്ലതാണ്. കാരണം കുഞ്ഞുങ്ങൾക്ക് ഒരു ഡിഫക്ട്സും ഇല്ലാതെ നല്ല ഹെൽത്തി ആയിട്ട് ജനിക്കുക എന്നുള്ളത് ഒരു അച്ഛൻ്റെയും അമ്മേൻ്റെയും ഉത്തരവാദിത്തമാണ്. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ഡോക്ടറെ കൊണ്ടുപോയി ഒന്ന് ചെക്കപ്പ് ചെയ്യുന്നത് വളരെ നല്ലതാണ്. എൻ്റെ ഫസ്റ്റ് പ്രഗ്നൻസിയിൽ ഞാൻ അങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം ഹസ്ബൻഡ് നാട്ടിൽ വന്ന ഉടനെ ഞങ്ങൾ 2 പേരും പോയി ഡോക്ടറെ കൺസൾട്ട് ചെയ്യും, നമ്മൾ ചെക്കപ്പ് ചെയ്യുകയും ചെയ്തായിരുന്നു. എൻ്റെ കറക്റ്റ് സൈക്കിളായിരുന്നു, പ്രഗ്നൻസി സൈക്കിൾ ഇതിൻ്റെ നമ്മുടെ പീരീഡ് സൈക്കിൾ കറക്റ്റായിരുന്നു. അപ്പം അത് 28 ദിവസമായിരുന്നു. അതൊക്കെ ഡോക്ടർക്ക് പറഞ്ഞു, ഡോക്ടർ ചെക്കൊക്കെ ചെയ്തു, കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു. അതുപോലെ ഹസ്ബൻഡ് സ്പേം അതിൽ ടെസ്റ്റ് ചെയ്യാനും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എല്ലാം ചെയ്തു, ഒരു കുഴപ്പമില്ല എന്ന് പറയണ്ടായി. ഇത് നാച്ചുറലി ഉണ്ടായിക്കോളും, കുഴപ്പമില്ല,
പ്രൊസീജിയർ നിങ്ങൾക്ക് എന്താ പറ്റണത് അത് ചെയ്യാന്ന് പറഞ്ഞു. അതിന്റെ കൂടെ നമുക്ക് തന്നത് ഒരു ഫോളിക് ആസിഡ് കഴിക്കാനുള്ളതാണ്. അത് മസ്റ്റ് ആയിട്ടുള്ള ഒരു കാര്യം കേട്ടോ. 3 മാസം മുമ്പേ എങ്കിലും പ്രഗ്നന്റ് ആവാൻ കൺസീവ് ആവാൻ ആഗ്രഹിക്കുന്നവർ മുമ്പെങ്കിലും ഫോളിക് ആസിഡ് എടുക്കുക എന്നുള്ളത് നല്ലതാണ്. അത് കാരണം എന്ന് വെച്ചാൽ കുഞ്ഞിന് ഒരു ഡിഫക്റ്റ് ബർത്ത് ഡിഫക്റ്റ് കുറയ്ക്കാൻ വേണ്ടി വളരെ ഉത്തമമായിട്ടുള്ള ഒരു കാര്യമാണ് ഫോളിക് ആസിഡ് എന്ന് പറയുന്നത്. അപ്പോൾ അത് നേരത്തോടെ എടുക്കുന്നത് വളരെ നല്ലതാണ് കുഞ്ഞിന്റെ ഹെൽത്തിന്. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഡോക്ടേഴ്സ് ആ സമയത്ത് നമ്മളെ കൊണ്ട് ചെക്കപ്പ് ഇങ്ങനെ എന്തെങ്കിലും പ്രോബ്ലംസ് PCOD അങ്ങനത്തെ എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ട് കാര്യങ്ങളുണ്ടെന്നൊക്കെ അവർക്ക് ചെക്ക് ചെയ്യുമ്പോൾ മനസ്സിലായും ചെയ്യും. അപ്പോൾ അതിനെ ട്രീറ്റ് ചെയ്യാനും പറ്റും. അപ്പോൾ അതിന്റെ പ്രോബ്ലംസ് അപ്പോൾ നമ്മൾ എങ്ങനെയായാലും നമ്മൾക്ക് കുറച്ച് ഡിലേ ആയി നമ്മൾ കുറേ നോക്കിയിട്ടും കിട്ടുന്നില്ല എന്ന് ചോദിച്ചാൽ മാത്രം ഡോക്ടറെ കണ്ടൊന്നുമില്ല. നേരത്തോടെയും പോയി ഡോക്ടറെ ഒന്ന് കണ്ട് എല്ലാം ചെക്ക് ചെയ്യുന്നത് വളരെ നല്ല കാര്യം കേട്ടോ. അതിന് 2 പേര് ഉത്തരവാദിത്തം കേട്ടോ. ഇപ്പോൾ ഒരു കുഞ്ഞിന് ജന്മം കൊടുക്കുക എന്നുള്ളത് അച്ഛൻ്റെ അമ്മയുടെ ഉത്തരവാദിത്തമാണ്. ഒരു കുട്ടി ആവുന്നില്ല എന്ന് വെച്ചാൽ ഒരു പെൺകുട്ടിയുടെ മാത്രം പ്രോബ്ലം അല്ല, അത് 2 പേരുടെയും പ്രോബ്ലമാണ്. അപ്പം 2 പേരും കൂടെ പോയിട്ടാണ് ചെക്ക് ചെയ്യേണ്ടതും കാര്യങ്ങൾ ചെയ്യേണ്ടതും. അതൊരു കുഞ്ഞാവുന്നില്ല എന്ന് വെച്ചിട്ടല്ല, നേരത്തോടെ ചെയ്യുന്നത് വളരെ നല്ലതാണ്. മാരേജ് കഴിഞ്ഞപാട് തന്നെ പോയി ചെയ്യുകയാണെങ്കിൽ അതും ഉത്തമമായിട്ടുള്ള കാര്യമാണ്. പെട്ടെന്ന് നമുക്ക് നാച്ചുറലി ഉണ്ടാകുന്ന ഒരു സംഭവമാണ്. പെട്ടെന്ന് ആയി പോവുകയാണെങ്കിൽ പോലും നമ്മൾ മുമ്പേ നമ്മുടെ കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തിട്ടുണ്ട്. കുഞ്ഞിന് വേണ്ടി നമ്മൾ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. ഒരു അമ്മ അവരുടെ ബോഡി പ്രിപ്പയർ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞാൽ നമുക്കൊരു സമാധാനം ഒരു സന്തോഷമുള്ള ഒരു കാര്യമാണ്. അപ്പോൾ നമ്മൾ ബോഡി ചെക്കപ്പ് പെർഫെക്റ്റ് ആയിട്ട് ഹസ്ബൻഡ് വൈഫ് ചെയ്യുക, അത് വളരെ നല്ലൊരു കാര്യം കേട്ടോ. നമുക്ക് വേണ്ടത് നമുക്കൊരു അണ്ടർസ്റ്റാൻഡ് ഉണ്ടാവണം നമ്മളുടെ ഓവുലേഷൻ പീരീഡ്. ഓവുലേഷൻ എന്ന് പറയുന്നത് എല്ലാവർക്കും അറിയുന്നത് കാണുന്ന എല്ലാവർക്കും അറിയായിരിക്കും. കാരണം എന്ന് വെച്ചാൽ ഓവുലേഷൻ എന്ന് പറയുന്ന ഒരു സംഭവം ആ ഒരു സമയത്താണ് നമുക്ക് കൺസീവ് ആവാൻ പറ്റുക എന്നുള്ളത്. നമ്മൾ ബന്ധപ്പെടുമ്പോൾ കൺസീവ് ആവാൻ പറ്റുകയെന്ന് നോർമലി പറയുന്നത്. അത് ഒരു 28 സൈക്കിളുള്ള ആൾക്കാർക്ക് 40 ഡേയ്സ് ആവുമ്പോൾ അതിന് ശേഷം അതിനടുപ്പിച്ചുള്ള ദിവസങ്ങളിലായിരിക്കും ഇത് സംഭവിക്കുക. അപ്പം ദൈവം അനുഗ്രഹിച്ച് എനിക്ക് 28 ദിവസത്തിന്റെ സൈക്കിളാണ് എപ്പോഴും. അതുകൊണ്ട് തന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ഡേറ്റും കാര്യങ്ങളൊക്കെ എനിക്ക് കറക്റ്റ് ആയിരുന്നു. എനിക്ക് ചെക്ക് ചെയ്യാനും കാര്യങ്ങളൊക്കെ. അപ്പം എൻ്റെ ഹസ്ബൻഡ് കല്യാണം കഴിഞ്ഞ് 2 മാസത്തിപ്പോൾ തന്നെ പോയി. അതിനുശേഷവും ആണ് ഞാൻ ഈ എൻ്റെ പീരീഡ് സൈക്കിളൊക്കെ ഒന്ന് സെർച്ച് ചെയ്തോളൂ അല്ലെങ്കിൽ മനസ്സിലാക്കി തുടങ്ങിയത്. അതുവരെ നമുക്കത് ചിന്തിക്കേണ്ട ആവശ്യമില്ലല്ലോ. കാരണം ഇനി കൺസീവ് ആവാം, ഇനി വന്നു കഴിഞ്ഞാൽ കൺസീവ് ആവാന്നുള്ളത് എൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമായിരുന്നു. അതുകൊണ്ട് തന്നെ എൻ്റെ സൈക്കിൾസ് ഒക്കെ ഞാൻ ഡേറ്റ് കറക്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അത് കറക്റ്റ് ആണല്ലോ. അങ്ങനെയാണ് എനിക്ക് മനസ്സിലായത് ഞാൻ 28 ഡേ സൈക്കിൾ തന്നെയാണ് എൻ്റെത്, ഒരു പ്രോബ്ലം ഇല്ല എന്നുള്ളത്. അപ്പം അങ്ങനെ കറക്റ്റ് ചെയ്യും, ആ ഡേറ്റ് കറക്റ്റ് ചെയ്യും. അപ്പോൾ ഓവുലേഷൻ വരുന്ന ഡേറ്റ് ഏതാണെന്ന് നമ്മൾക്ക് ഏകദേശം മനസ്സിലാവുകയും ചെയ്യുമ്പോൾ നമ്മൾക്ക് ആ ഒരു കാര്യത്തിനെ നമ്മൾ നന്നായിട്ട് മനസ്സിലാക്കുക. കാരണം കൺസീവ് ചെയ്യുക എന്നുള്ളത് ആ ഒരു ടൈം മാത്രമേ സംഭവിക്കുള്ളൂ, അല്ലാതെ എല്ലാ സമയത്തും സംഭവിക്കുന്ന ഒരു കാര്യമല്ല. അതും നമ്മൾ ഇനി കറക്റ്റ് കണ്ടുപിടിച്ചാലും അത് പ്രോപ്പറായിട്ട് നമുക്ക് ക്വാളിറ്റി ഉള്ള എഗ്ഗിന് ക്വാളിറ്റി ഉള്ള സ്പേം അങ്ങനെ വന്നാൽ മാത്രമേ അത് സംഭവിക്കൂ. നമ്മുടെ ഇനി പ്രോപ്പറായിട്ട് നമ്മുടെ എല്ലാം സൂപ്പറാണ്, നമ്മുടെ ഓവുലേഷൻ ഡേ ആണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. എല്ലാം സംഭവിക്കണമെങ്കിൽ ഒരു സമയമുണ്ട്. അപ്പം നമ്മൾ അതിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ആയിക്കൊണ്ടിരിക്കുക. നമ്മുടെ സമയം ഇതാണ്. അതേപോലെ തന്നെ എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് വെച്ച് പറയാം. ഫസ്റ്റ് പ്രഗ്നൻസിയിൽ ആള് വന്നപ്പോൾ 3 മാസം ലീവ് എടുത്തിട്ടായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. കാരണം എന്തായാലും കൺസീവ് ആവണം എന്നുള്ളൊരു ആഗ്രഹം ഉള്ളതുകൊണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം 2-3 പ്രാവശ്യത്തെ ആദ്യത്തെ പ്രാവശ്യത്തെ 2 പ്രാവശ്യം നോക്കിയപ്പോഴും സംഭവം ആയിട്ടുണ്ടായിരുന്നില്ല. വളരെ പ്രയാസമുള്ളൊരു സമയമായിരുന്നു. നമ്മൾ എത്രയും എല്ലാ കാര്യങ്ങളും പെർഫെക്റ്റ് ആയിട്ട് നോക്കിയിട്ടും നമുക്ക് സംഭവിക്കാതിരിക്കുക എന്നുള്ളത്. അപ്പോൾ ആ ഒരു സമയത്ത് അങ്ങനെ ആയിരുന്ന സമയത്ത് ഞാൻ ഈ സൈക്കിളൊക്കെ കറക്റ്റ് ഉണ്ടായിരുന്ന സമയത്തും എനിക്ക് അറിയുന്നുണ്ടായിരുന്നില്ല എന്താ പ്രോബ്ലം എന്ന്. അപ്പം പിന്നീടാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. ഞാൻ കൺസീവ് ആയതിനു ശേഷമാണ് എനിക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നത്. നിങ്ങളുടെ ഓവുലേഷൻ ഡേ നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞിട്ട് ആ ഒരു സമയത്ത് അതിൻ്റെ പിറ്റേന്നോ തലേന്നോ അങ്ങനെ ആയിട്ട് നിങ്ങൾ ബന്ധപ്പെട്ടിട്ടുണ്ടെങ്കിൽ പിന്നീട് ബന്ധപ്പെടാതിരിക്കാൻ വേണ്ടി ശ്രമിക്കുക. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ കുട്ടി അവിടെ പറ്റിപ്പിടിച്ച് വളരാനുള്ള ഒരു സ്പേസ് നമ്മളവിടെ കൊടുക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ്. പേഴ്സണലി ഞാൻ പറയുന്ന ഒരു കാര്യം കേട്ടോ. എനിക്കറിയില്ല ഇത് എത്രമാത്രം സയൻസ് പ്രകാരം കറക്റ്റ് ആണോ എന്ന് എനിക്കറിയില്ല, പക്ഷെ എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ഓവുലേഷൻ ടൈം ഒന്ന് പക്ക ക്ലിയർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഓരോ മാസം ഒരു 3-4 മാസം നിങ്ങൾ പീരീഡ് നോക്കി അതിൻ്റെ ഡേറ്റ് നോക്കി നിങ്ങൾ ടെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നോക്കുകയാണെങ്കിൽ എഴുതി വെച്ച് നിങ്ങൾ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് പിടികിട്ടും കേട്ടോ. ആ ഒരു ദിവസം ആ മനസ്സിലാക്കുക. അല്ലെങ്കിൽ ഡോക്ടറെ കാണുക. ഡോക്ടർ അത് കറക്റ്റ് ചെയ്ത് പറഞ്ഞു തരും ഏത് മാസത്താണ് എങ്ങനെയാണ് സംഭവിക്കുന്നുള്ളത്. അപ്പം പിന്നെ പറയാം നമ്മുടെ ബോഡിക്ക് വേണ്ടി ചെയ്യേണ്ട കാര്യങ്ങൾ എന്ന് പറയുന്നത് നമ്മുടെ ബോഡിയെ നമ്മൾ ഡീടോക്സ് ചെയ്യാൻ വേണ്ടി നമ്മുടെ ബോഡി നല്ല രീതിയിൽ ഡീടോക്സ് ചെയ്ത് വെക്കേണ്ട അത്യാവശ്യമുണ്ട്. അതിന് ആദ്യം വിട്ട് നന്നായിട്ട് വെള്ളം കുടിക്കണം കേട്ടോ. ഒരു 3-4 ലിറ്റർ വെള്ളം നമ്മൾ പ്രഗ്നന്റ് ആയിരിക്കുമ്പോഴാണെങ്കിലും അതിന് വേണ്ടി നമ്മൾ തയ്യാറെടുക്കുമ്പോഴാണെങ്കിലും നന്നായിട്ട് വെള്ളം കുടിക്കുക എന്നുള്ളത് അത്യാവശ്യമുള്ള കാര്യം. ഞാൻ ഒത്തിരി വെള്ളം കുടിച്ചിട്ടുണ്ടായിരുന്നു ആ ഒരു സമയത്ത്. അതേപോലെ തന്നെ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമുക്ക് ഒരു കാര്യങ്ങൾ ഒഴിവാക്കാനുണ്ട്. നമ്മളിപ്പോൾ സ്മോക്കിംഗ് ഉണ്ട്, ആൽക്കഹോളിക് ഉണ്ട്. നമ്മുടെ ഹസ്ബൻഡും അങ്ങനെ ആണെങ്കിൽ തീർച്ചയായിട്ടും അവരോട് അത് ഒഴിവാക്കാൻ പറയാം. നമ്മൾ
നമ്മുടെ ബോഡിക്ക് വേണ്ടി എടുക്കുന്നത് പോലെ തന്നെ അവരും ബോഡിക്ക് വേണ്ടി ചെയ്യണം കേട്ടോ ഇതൊക്കെ. അതേപോലെ തന്നെ കോഫി, ഇപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം പറയാം, കോഫിയൊക്കെ നന്നായിട്ട് കഴിക്കുന്നവരാണെങ്കിൽ അതൊക്കെ ഒന്ന് കുറയ്ക്കാം. പിന്നെ എന്തെങ്കിലുമൊക്കെ വെറുതെ ഒരു ആവശ്യമില്ലാത്ത തലവേദന വന്നാൽ മെഡിസിൻ എടുക്കുക, പിന്നെ വയറുവേദന വന്നാൽ മെഡിസിൻ എടുക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൂടുതലായിട്ട് എടുക്കുന്നതൊക്കെ ഒന്ന് ഒഴിവാക്കാനും നമ്മുടെ ബോഡീനെ ഒന്ന് നല്ല രീതിയിൽ ഡീടോക്സ് ചെയ്തിട്ട് വെക്കാം. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇനി നമുക്ക് നമ്മുടെ ഡയറ്റ് നോക്കാം. ഡയറ്റും വളരെ ഇമ്പോർട്ടൻ്റ്. എൻ്റെ ലൈഫിൽ എന്നെ ഇത്രയും സഹായിച്ചിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് എൻ്റെ ഡയറ്റാണ്. കാരണം ഞാൻ ഡയറ്റ് ഫോളോ ചെയ്തത് ഡെഫിനറ്റ്ലി വെയിറ്റ് ലോസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതിൻ്റെ കൂടെ ഞാൻ വെയിറ്റ് ലോസ് ചെയ്യാൻ വേണ്ടി ഫുഡൊക്കെ കുറച്ചിട്ട് ഒന്നും കഴിക്കാണ്ട് കുത്തിയിരുന്ന ഒരാളല്ല. കാരണം അങ്ങനെ ഇരുന്നാൽ നമ്മൾ വെയിറ്റ് കുറയും, അല്ലാതെ നമ്മുടെ ബോഡിയിലേക്ക് നല്ല എന്താ പറയേണ്ടത് വിറ്റാമിൻസും അതേപോലെ തന്നെ ന്യൂട്രീഷൻസും ഒന്നും വരില്ല. അപ്പം അതിനനുസരിച്ചിട്ട് ഫുഡ് നമ്മൾ കഴിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആട്ടോ. അപ്പോൾ ആ ഒരു സമയത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു ഡയറ്റ് തന്നെ ഒരു പ്ലാൻ ചെയ്ത് കഴിക്കാം കേട്ടോ. ഞാൻ അങ്ങനെ പ്ലാൻ ചെയ്ത് കഴിച്ചിട്ടുള്ള ഒരാളാണ്. എന്തൊക്കെ കഴിക്കണം, എന്തൊക്കെ കഴിച്ചാൽ എന്തൊക്കെ എൻ്റെ ബോഡിയിലേക്ക് ഉണ്ടാവും, എന്തൊക്കെ കാര്യങ്ങൾ ഉണ്ടാവും എന്നുള്ളതൊക്കെ ഞാൻ സെർച്ച് ചെയ്ത് അങ്ങനെ കഴിച്ചിട്ടുള്ള ഒരാളാണ്. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെയുള്ള ഫുഡ് ഐറ്റംസ് ഒക്കെ നിങ്ങൾ സെർച്ച് ചെയ്ത് അല്ലെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവുക എന്തായാലും നമുക്ക് പറയാൻ പറ്റുമല്ലോ. നമ്മൾ കഴിക്കുന്ന ഫുഡിൽ കൂടുതലായിട്ട് പ്രോട്ടീൻ ഉൾപ്പെടുത്താം. നമുക്ക് ഈ പാല് കഴിക്കാം, അതേപോലെ തന്നെ ഓട്സ് കഴിക്കാം, അനാറ് കഴിക്കാൻ നല്ലതാണ്, ബനാന കഴിക്കുന്നത്, അങ്ങനെയുള്ള കുറച്ച് ഫുഡ് ഐറ്റംസ് ഒക്കെ നമ്മൾ കഴിക്കാം. അപ്പോൾ കഴിക്കുമ്പോൾ നമ്മൾ എല്ലാത്തിൻ്റെ പോർഷനൊക്കെ കറക്റ്റ് ചെയ്തിട്ട് നമ്മുടെ ബോഡിയിലേക്ക് എത്രമാത്രം അതിൽ നമുക്ക് എഫക്റ്റ് ആയിട്ടുള്ള ഫുഡ് ഐറ്റംസ് നമുക്ക് കിട്ടുന്നുണ്ട്, ന്യൂട്രീഷൻസ് കിട്ടുന്നുണ്ട് എന്നുള്ള പക്ക രീതിയിൽ നോക്കിയിട്ട് കഴിക്കാം. അത് മസ്റ്റായിട്ടുള്ള കാര്യം കേട്ടോ. അപ്പോൾ നിങ്ങളത് ചെയ്യുക. ഞാൻ അങ്ങനെ കറക്റ്റായിട്ട് എൻ്റെ ഡയറ്റ് ഫോളോ ചെയ്തിട്ടാണ് ഞാൻ വെയിറ്റ് കുറയ്ക്കുകയും ചെയ്തു. അതിൻ്റെ കൂടെ തന്നെ അതുകൊണ്ട് തന്നെ സ്കിൻ ഡൾനെസ്സോ അല്ലെങ്കിൽ ഹെയർ ലോസോ അങ്ങനത്തെ ഒന്നും സംഭവം ഉണ്ടായിരുന്നില്ല. അതൊക്കെ കറക്റ്റ് പക്ക നോക്കിയിട്ട് വേണം നിങ്ങൾ നിങ്ങളുടെ ഡയറ്റ് പ്ലാൻ ചെയ്യാം. ഇനി എല്ലാവരോടും പറയാനുള്ള ഒരേ ഒരു കാര്യമാണ്, നമ്മൾ സ്ട്രെസ്സായിരുന്നാൽ നമ്മുടെ സ്ട്രെസ്സിന് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ കൺസീവ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബോഡി വളരെ എന്താ പറയുക ഹാപ്പി ആയിട്ട് ഫ്രീ ആയിട്ട് ഇരിക്കുമ്പോൾ മാത്രമേ നമുക്ക് കൺസീവ് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം അതിൻ്റെ പേഴ്സണലി വലിയ എക്സ്പീരിയൻസ് ആയിരുന്നു. കാരണം ഇതൊന്നും ആവണം, കൺസീവ് ആവണം എന്നുള്ള രീതിയിൽ സ്ട്രെസ്സോടുകൂടെ നമ്മൾ ഇതിന് വേണ്ടിയിട്ട് അങ്ങോട്ട് ഇതാക്കുമ്പോൾ നമ്മൾക്ക് ഒരിക്കലും കൺസീവ് ആവാൻ ഭയങ്കര ബുദ്ധിമുട്ട്. എല്ലാം പോട്ടെ, മതി, ഇനി ഒന്നും വേണ്ട, നാച്ചുറൽ എന്താ സംഭവിക്കട്ടെ എന്നൊരു അതുകൊണ്ട് തന്നെ ഒരു 3 പ്രാവശ്യമായിട്ടായി. ഇത് 4ാമത്തെ പ്രാവശ്യത്തിലാണ് ആൾ പോവാൻ നിൽക്കുന്ന ആ ഒരു സമയത്ത് ആൾ അങ്ങോട്ട് എത്തിയതിന് ശേഷം എല്ലാ ഒരു ഓവലേഷൻ കഴിഞ്ഞ ആ ഒരു പീരീഡിലാണ് എനിക്ക് പ്രഗ്നൻ്റ് ആവാൻ പറ്റിയത്. കാരണം ഇനി എന്ത് വേണേൽ സംഭവിക്കട്ടെ, എന്തായാലും സംഭവിക്കാനും പോകണില്ല എന്നുള്ളൊരു മൈൻഡിൽ ഇരുന്നപ്പോഴാണ് ഞാൻ കൺസീവ് ആയത്. സത്യം പറഞ്ഞാൽ നമ്മൾ ഒരിക്കലും സ്ട്രെസ്സായി, എനിക്കറിയാം നമ്മളുടെ ചുറ്റുമുള്ള ആൾക്കാർ ഒത്തിരി ചോദ്യങ്ങളും ഉണ്ട്, നമുക്ക് എന്തും കരയാനും പ്രയാസപ്പെടാനേ നേരം ഉണ്ടാവുള്ളൂ. അത് തന്നെ സെക്കൻഡ് പ്രഗ്നൻ്റ് ആവുക എന്ന് പറയുന്നത് ഇത്രയും ഈസി ആയിട്ടുള്ളൊരു കാര്യം, പൂ പറിക്കും പോലെയായിരുന്നു എൻ്റെ കാര്യത്തിൽ. കാരണം ഞാൻ തന്നെ വണ്ടടിച്ചു ഞാൻ പ്രഗ്നൻ്റ് ആണോ എന്നുള്ള ഓർത്തിട്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്ട്രെസ് ഉണ്ടായിരുന്നില്ല. അതേപോലെ തന്നെ പക്ഷെ ഞാൻ പ്രിപ്പയർഡ് ആയിരുന്നു. ഞാൻ എല്ലാ കാര്യങ്ങളും ചെക്ക് ചെയ്തിട്ടുണ്ടാവും. ചെക്ക് ചെയ്യാന്ന് പറഞ്ഞാൽ നിങ്ങൾ ഡോക്ടറെ കാണിക്കുകയാണെങ്കിൽ സെക്കൻഡ് പ്രഗ്നൻസിയിൽ ഡോക്ടറെ കാണിച്ചിട്ടുണ്ടായില്ല. ഏകദേശം എൻ്റെ ഫുഡും കാര്യങ്ങളൊക്കെ ഞാൻ കൺട്രോൾ ചെയ്തപ്പോൾ എനിക്കറിയാം എൻ്റെ ബോഡി എന്താണ് ഏത് രീതിയിലാണ് പോകണത് എന്നുള്ളത്. ഞാൻ ഫോളിക് ആസിഡിൻ്റെ മെഡിസിൻ മാത്രം എടുത്തിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് ഞാൻ അതിന് മുമ്പായിട്ട് ഞാൻ എൻ്റെ ഇത് ചെക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം HB ലെവലൊക്കെ എങ്ങനെയായിരുന്നു, എൻ്റെ ഹിമോഗ്ലോബിൻ്റെ ലെവലൊക്കെ എങ്ങനെയായിരുന്നു ഒക്കെ ചെക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് മാത്രമേ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ, വേറെ ഒന്നും ചെക്ക് ചെയ്തിട്ടില്ല, ഡോക്ടറെ കൺസൾട്ട് ഒന്നും ചെയ്തിട്ടില്ല. പക്ഷേ ഞാൻ എൻ്റെ ബോഡിയെ നന്നായിട്ട് നോക്കുന്നുണ്ടായിരുന്നു, ഹെൽത്തി ആയിട്ടിരിക്കാൻ നോക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഇനിയിപ്പം എങ്ങനെ ഹെൽത്തി ആയി ഇരിക്കുകയാണെങ്കിലും എന്തായിക്കഴിഞ്ഞാലും ദൈവം അനുഗ്രഹിച്ച് തരുമ്പോൾ മാത്രമേ നമുക്കൊരു കുഞ്ഞിനെ കിട്ടുള്ളൂ. അപ്പോൾ ദൈവത്തോട് പ്രാർത്ഥിച്ചിട്ട് നമ്മൾ ഈ ഓരോ കാര്യങ്ങളും ചെയ്യുക. അപ്പം നിങ്ങൾക്ക് എന്തായാലും നിങ്ങളുടെ ബോഡീനെ ഹെൽത്തി ആയിരിക്കും. അത് നിങ്ങൾക്ക് ഇനിയിപ്പോൾ പെട്ടെന്ന് കിട്ടാനാണെങ്കിലും ഇനിയിപ്പോൾ മാരേജ് കഴിഞ്ഞിട്ടുള്ള കുട്ടികളാണെങ്കിലും അവരോട് പറയാനുള്ളത് നിങ്ങൾ എന്തായാലും നിങ്ങളുടെ ബോഡിയെ ഒന്ന് ഹെൽത്തി ആക്കി വെക്കുക കേട്ടോ. കാരണം ബേബിയുടെ ഹെൽത്തിനും നിങ്ങളുടെ ഹെൽത്തിനും അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം ഇതൊക്കെയാണ് ഞാൻ ചെയ്തിട്ടുള്ള എൻ്റെ പ്രിപ്പറേഷൻസ്. അപ്പം ഞാൻ കഴിച്ചിട്ടുള്ള ഫുഡുകൾ എന്തൊക്കെയാണ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയേണ്ടത് ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. തീർച്ചയായിട്ടും ഞാൻ കഴിച്ച ഫുഡ് എന്താണ്, ഏതൊക്കെ രീതിയിലാണ് ഞാൻ വർക്കൗട്ടൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു, എക്സസൈസ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു, അതൊക്കെ എങ്ങനെയാണെന്ന് അറിയണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യാം. അപ്പം ഈ ഒരു രീതിയിലാണ് ഞാൻ ഫോളോ ചെയ്തിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു രീതിയിലൊക്കെ ഫോളോ ചെയ്ത് വന്നപ്പോഴേക്കും എനിക്ക് പെട്ടെന്ന് കൺസീവ് ആവാൻ പറ്റിയിട്ടുണ്ട്. അപ്പം നിങ്ങളും ഇതുപോലെയൊക്കെ നിങ്ങളുടെ ബോഡീനെ ട്രീറ്റ് ചെയ്തിട്ട് പോവുകയാണെങ്കിൽ പെട്ടെന്ന് സംഭവിക്കുന്ന കാര്യമാണ്. എല്ലാവരും പ്രാർത്ഥനയോടുകൂടി ഇരിക്കുക. ഒരേപോലെ ഹസ്ബൻഡും വൈഫും ഒരുപോലെ തന്നെ ബോഡിയെ നന്നായിട്ട് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും പെട്ടെന്ന് കൺസീവ് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ എൻ്റെ ഈ ഒരു എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഇതിലൊക്കെ എന്തെങ്കിലുമൊക്കെ ഇൻഫർമേഷൻ കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ നമ്മുടെ ബോഡിയെ നമ്മൾ നന്നായിട്ട് നോക്കും. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമുണ്ടായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം, അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.